വിവാദമായ രാജൻ കേസിലെ ഏകസാക്ഷി പ്രൊഫസർ കെ അബ്ദുൽ ഗഫൂർ അന്തരിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ വിവാദമായ രാജൻ കേസിലെ ഏകസാക്ഷി കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ അധ്യാപകൻ, കാസർഗോഡ് ചൗക്കി പുറം ചെമ്പകം വീട്ടിൽ പ്രൊഫസർ കെ അബ്ദുൽ ഗഫാർ അന്തരിച്ചു. കൊല്ലം TKM കോളേജ്, കോഴിക്കോട് REC കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും ഭട്കൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായും പ്രവർത്തിച്ചു. യമനിലെ ഏഡനിൽ വിദ്യാഭ്യാസ പുരോഗതിക്കായി പ്രവർത്തിച്ച ഇന്ത്യൻ സംഘത്തിലെ അംഗമായിരുന്നു. വിനോദയാത്രയ്ക്കിടെയുണ്ടായ അപ്രതീക്ഷിത അപകടത്തിൽ 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശികളായ അനൂപ് പ്രസാദ്, നിസ ദമ്പതികളുടെ മകൾ ഋഗ്വേദയാണ് മരിച്ചത്. അമ്പൂരി കുറച്ചിക്കാട് പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ടെമ്പോ ട്രാവലർ മുന്നോട്ട് നീങ്ങി കുട്ടിയുടെ ദേഹത്ത് കൂടി കയറി ഇറങ്ങുകയായിരുന്നു. 3 കുടുംബങ്ങൾ ഒന്നിച്ച് വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു. പാലത്തിന് സമീപം വാഹനം നിർത്തിയ ശേഷം പുറത്തിറങ്ങി നിൽക്കുന്നതിനിടെ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് അബദ്ധത്തിൽ റിലീസായി മുന്നോട്ട് ഉരുളുകയായിരുന്നുവെന്നാണ് വിവരം. നിയന്ത്രണം വിട്ട വാഹനം സമീപത്തുണ്ടായിരുന്ന കുഞ്ഞിന്റെ ദേഹത്തേക്ക് കയറി ഇറങ്ങുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ തന്നെ കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്വത്തിനെ ചൊല്ലി തർക്കം, ജ്യേഷ്ഠന് ദാരുണാന്ത്യം, അനുജൻ പിടിയിൽ. കൊണ്ടോട്ടിയിൽ സഹോദരനെ കൊലപ്പെടുത്തിയ 49കാരൻ പിടിയിൽ. ഒഴുകൂർ നെരവത്ത് നൂർമൻസിൽ ചിറ്റങ്ങാടൻ മുഹമ്മദ് റഫീഖാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ അനുജനായ ചിറ്റങ്ങാടൻ സാജിദിനെ പോലീസ് പിടികൂടി. സ്വത്തിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. സഹോദരങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും തുടർന്ന് അടിപിടി ഉണ്ടായെന്നും കത്തിയെടുത്ത് വീശിയെന്നുമാണ് വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. കൊച്ചിയിൽ ഓട്ടോറിക്ഷയിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ. പനങ്ങാട് സ്വദേശിയായ മിഥുനാണ് പിടിയിലായത്. വൈറ്റിലയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ഓട്ടോ വിളിച്ച യുവതിയെ വഴിതെറ്റിച്ച് പനങ്ങാടുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിക്രമത്തിനിടെ ബഹളം വെച്ചതോടെ പ്രതി യുവതിയെ അടുത്തുള്ള ഒരിടത്ത് ഇറക്കി വിടുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നത് പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കി. കോട്ടയം SH മൗണ്ടിൽ ടിഷ്യൂ പേപ്പർ ഫാക്ടറിയിൽ തീപിടുത്തം. ടിഷ്യൂ പേപ്പർ നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. കോട്ടയത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഞായറാഴ്ചയായതിനാൽ ഫാക്ടറിയിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഫാക്ടറിക്ക് പിന്നിലെ വീടിനും തീപിടിച്ചു. വീട്ടിൽ ആള് താമസമില്ല. ഫാക്ടറിക്ക് സമീപത്തെ ഗോഡൌണിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്.